അപ്പോൾ മക്കളെ, ഇന്നൊരു അടിപൊളി വീഡിയോ കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ പോലെ അടിപൊളി വീഡിയോ അല്ല, ഇത് അതിലും ഒരടിപൊളി വീഡിയോ. ഞങ്ങളുടെ രജീഷ് ഏട്ടൻ്റെ വീട്ടിലെ ജൂലി, അവളെയും കൊണ്ട് ഞങ്ങൾ ഇന്ന് പെറ്റ് കയറി പോവുകയാണ്. അവളെ ഇന്ന് അടിമുടി കുളിപ്പിച്ച് കുട്ടിപ്പനാക്കി കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും ഇന്ന് തരിക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ജൂലിനെ കൊണ്ടുപോകുന്ന കാഴ്ചകൾ, ജൂലിനെ സെറ്റപ്പാക്കി എടുക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ളായിട്ട് കാണുക, അയച്ചു കൊടുക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ജൂലിനെ കൊണ്ട് പോവുക. ജൂലിൻ്റെ കോലം കണ്ടോ നിങ്ങൾ? ജൂലിനെ നമ്മൾ സുന്ദരിയാക്കാൻ പോവുക അല്ലേ ജൂലി? അല്ലേ, സുന്ദരിയാക്കാൻ പോകും. സുന്ദരി ജൂലി, ജൂലി ബാ, ജൂലി, ജൂലി ബാ, ജൂലി. എന്ത് തപ്പം കിടന്നിട്ട് ജോലിങ്ങ വാ, വേലത്തെ കാലം വാ. ആ കൂട്ടില് കൂട്ടില് ജോലി, ജോലി, ജോലി. എന്തോ കഴിക്കാൻ കിട്ടില്ല. വാ വാ, ഇങ്ങോട്ട് വാ. നടക്കടി 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 നടക്കടി. പൂച്ചേനെ പൈസ മേടിച്ചില്ലല്ലോ, പ്രൊമോഷൻ അല്ലേ. ഇതിനെ കൂടെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ നമ്മളെ ജോലിനെ കൊണ്ട് പോകണേ ഗേയ്സ്. ജോലി, വണ്ടി കയറ്, വണ്ടി കയറി, വണ്ടി കയറി. ബാ 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 ബാ, എന്തി കയറ്, വണ്ടി കയറി, വണ്ടി കയറിക്കോ. പോരാറ്റ കയറിക്കോ. ആ സീറ്റ് ഫ്രണ്ടിലേക്ക് ഇടാം. തള്ളിക്ക് വെച്ച്. ആ ഓക്കെ. ബാ 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 ബാ, ഇങ്ങോട്ട് പാടി. ഇരിക്കോ, സീറ്റ് കയറ്റി. ഏയ് ഇത് മനുഷ്യൻ്റെ ഇതിലും വലിയ കഷ്ടത്തിൽ കയറ്റിക്കൊണ്ട് ഇരിക്കുന്നുണ്ടല്ലോ. ബാഗ് പിന്നെ എന്റെ വീട് ആകെ 90 വരെ കാണുന്നില്ല. നിങ്ങളുടെ മാനേജറൊക്കെ കാണുന്നില്ലേ? വടക്കാടിന് നേരത്തെ വെച്ചിട്ട് ഫുൾ ടാങ്ക് എവിടെ പുറത്തേക്ക് തലയിൽ നോക്കിയിട്ടിരിക്കുന്ന ഞങ്ങളെ ജോലിയായിട്ട് ചെറിയൊരു റെസ്റ്റിൽ നിൽക്കുകയാണ്. ജോലിക്ക് ഒരുപാട് നേരം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഡോഗ്സ് അല്ലേ, മൂത്രം ഒഴിക്കാനും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളത്. ഷെഡിൽ ഹായ് പറയൂ ജോലി, ഒരു ഹായ് പറ. ഹൈഫൈ ഹൈഫൈ ജോലി, ഹൈഫൈ ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് റെസ്റ്റ്.
ജൂലി നല്ല കളിയാണ്. നമുക്കിനി ഇരട്ടി ചെന്നിട്ട് കാണാം. ജൂലി ഇങ്ങനെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ജൂലി വാ. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാട്ടോ. സ്പാ ഇവരുടെ സ്പായിലേക്ക് നമ്മൾ പോകുന്നത്. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഫൈനാണ്. സഹിക്കാൻ പറ്റാത്ത ഫൈനാ വരിക. വാച്ചിക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ടോ? വാച്ച് ഫൈൻ എല്ലാം കിട്ടിയിട്ടുണ്ടോ? ആ എന്തിൻ്റെയും ഫൈന്? വണ്ടി ഓടിച്ചതിൻ്റെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ലൈസൻസ് ഇല്ലാത്തതിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ലൈസൻസ് ഇല്ലാത്തതിന് 2 വട്ടം 1500 വെച്ച് കിട്ടി. അപ്പം അപ്പോൾ പറഞ്ഞു ഇനി 1500 ആയിട്ട് കൊടുക്കാനില്ലെങ്കിൽ നീയാ പോയിട്ട് ലൈസൻസ് എടുത്തോളാം പറഞ്ഞു. ഓൺ ദ വേ ആണ്. ഓൺ ദ വേ ചേട്ടൻ്റെ കാർ കളക്ഷൻസ് എല്ലാ സാധനവും ഉണ്ട്. ഇവിടെ എല്ലാം കുഴിയെടുത്ത് എന്ത് ഇതാണ് നമ്മുടെ ഗുജിനി. ഇതാണ് നമ്മുടെ ഗുജിനി. ഇവിടെ വണ്ടീൻ്റെ ഏത് പാർട്സ്, എല്ലാ വണ്ടീൻ്റെ പാർട്സും കിട്ടും. നമ്മളങ്ങനെ ഇരട്ടി ടൗണിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് പയഞ്ചേരി മുക്ക്. ഇവിടുന്ന് നമുക്ക് റൈറ്റ് ഇരട്ടി ടൗണിലേക്കാണ് പോകേണ്ടത്. അതെന്ത് കാണിക്കുന്നത്? വീടാനൊക്കെ മട്ടന്നൂർക്ക് പോകുന്ന വഴിയാണ്. മട്ടന്നൂർ. ഇത് നേരെ ഇരട്ടി ടൗണിലേക്ക്. മലബാർ ഗോൾഡ്. എന്താ മോനെ ലാലേട്ടൻ്റെ? ഞാൻ പരോഷ്. പ്ലാനറ്റിൽ പുള്ളിക്കുണ്ടോ പോലും ഷെയർ? പുള്ളിക്ക് എല്ലാത്തിലും ഷെയർ ഉണ്ടോ? ഇവിടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതൊക്കെ പൂട്ടിപ്പോയാ. ഒരു ഗോൾഡ് ഉണ്ടായിരുന്നല്ലോ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവിടെ ഒരു ഗോൾഡിൻ്റെ കടയില്ലേ? ആ ഇത് തന്നെ. ഇത് ദിലീപിൻ്റെ. ആ വണ്ടി വണ്ടി ടൗൺ. ഇത് സ്കൈ ഗോൾഡ്. ഒരു പുള്ളിക്കാരി നോക്കി ചിരിക്കുന്നതാണ്. എല്ലാം കിട്ടും കണ്ടോ? എന്നാ തിരക്കല്ലേ? ഇതാണ് നമ്മുടെ ഇരട്ടി, സ്വന്തം ഇരട്ടി ടൗൺ. പുറത്തെങ്ങനെ ഓടിച്ച് അടിച്ചോണ്ട് പോകുമായിരുന്നു. ഇതാണ് ഇരട്ടി ടൗൺ, നമ്മുടെ സ്വന്തം ഇരട്ടി ടൗൺ. എത്ര ബസ് കയറിയതാ. ആ ലെഫ്റ്റ് സൈഡ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാം. ഞാൻ മുന്നോട്ട് പോയാൽ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ആ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. നമ്മള് നേരെ മുസ്ലിം പള്ളി കഴിഞ്ഞ് ലെഫ്റ്റ് നേരെ ഇവിടെ നേരെ കയറി കയറിയ ബാക്ക് സൈഡിലാണ് വാച്ചി. ആ ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി പോണം. ഇനി അണ്ടർഗ്രൗണ്ടിൽ പോയി ആ അങ്ങോട്ട് തന്നെ പോകണം. അല്ലല്ല അങ്ങോട്ട് പോകണ്ട, അതിൻ്റെ ഉള്ളിൽ കയറണം. മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോകാം. പെറ്റ് ഷോപ്പിലും നേരെ പോയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി മുകളിൽ പോയി നിൽക്കണം. അവിടെയാ പോണ്ടേ നമുക്ക്. ഇതാ ഷോപ്പ്.
ഇല്ല മുകളിൽ അങ്ങോട്ടേക്ക് പോവാ കേട്ടോ. ജൂലിനെ വായിച്ചെടുത്തിട്ട് വാച്ചിങ് നോക്കൂ. ജൂലിയായിട്ട് വാച്ച് സെറ്റായിരുന്നു. ഇപ്പം ഇതാണ് ഇവിടെ കോലം. ഇത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടപ്പിയൊക്കെ എടുക്കാം നമുക്ക്. ഓക്കെ പോവാച്ചേ ജീവ വണ്ടി നോക്കി നോക്കി. അപ്പുറത്തെ ക്ലാസ് ബുക്ക് ചെയ്താ വണ്ടി ഇവിടെ ഇട്ടു. ഇതാണ് നമ്മുടെ ഷോപ്പ്. ദിസ് ഈസ് അവർ ഷോപ്പ്. ദിസ് ഈസ് അവർ ഷോപ്പ്. അവരുടെ ഷോപ്പ്. അത് അവരുടെ ഷോപ്പ്. ദിസ് ഈസ് അവർ ഷോപ്പ്. ഇല്ല 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 ആ ഈ സാധനം കൊണ്ട് ഒരു വീട്ടിൽ വന്ന് ചുറ്റിയൊക്കെ തരും. അപ്പം അതിന് ഫണ്ട് കൂടുതൽ. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മൂപ്പൻ്റെ. കണ്ട വേറെ പേടിയായ ജെസിൻ്റെ ഇരിക്കൂലല്ലേ അത് പേടിച്ചു. വാഷിംഗ് ഉണ്ടല്ലോ. നമുക്കൊരു കുഴപ്പമില്ല. പേടിച്ചിട്ടിരിക്കുന്നതാണോ? നാട്ടിൽ പേടിച്ച് പേടിച്ച് അച്ഛൻ നിൽക്കണ അച്ഛൻ. ഇവിടെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഡോഗ്സിൻ്റെ ആയാലും ക്യാറ്റ്സിൻ്റെ ആയാലും പെറ്റ്സിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. നമുക്ക് എന്താണ് വേണ്ടത് അവർ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഇവരുടെ വേറെ ഷോപ്പുണ്ട്. അവിടെ അവർ എല്ലാം സെറ്റാക്കി തരും നമുക്ക്. സത്യം പറഞ്ഞാൽ ജൂലി പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മളും നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ജൂലി നമ്മളെ തിരിച്ച് കടിക്കുകയോ അങ്ങനെയൊന്നും ജൂലി ചെയ്യത്തില്ല. മാന്തോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജൂലി നല്ല കുട്ടിയായിട്ടിരുന്ന് തരും കേട്ടോ എല്ലാവർക്കും. എന്താണ് നമ്മുടെ ജൂലിക്കുട്ടിക്ക് കാര്യമൊന്നും ഇതൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇവൻ എന്തൊക്കെയോ ഇവനെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ഇതിൽ പുള്ളി മനസ്സിലാക്കിയിട്ടില്ല. ഇടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ട്. ഇവന്മാർ പോയോ എന്ന രീതിയിലാണ് നോക്കുന്നത്. പിന്നെ താഴേക്ക് നോക്കും. തൊട്ടപ്പുറത്ത് വേറൊരു ഡോഗ് ഉണ്ട്. അപ്പം അവളെ തന്നെ നോക്കിക്കൊണ്ട് ഇടയ്ക്ക് നോക്കും. ഇടയ്ക്ക് നമ്മളെ നോക്കും. ഇടയ്ക്ക് ഇവൻ എന്ത് കാണിക്കുന്നുള്ള മൂടാണ്. ഓരോ സൗണ്ട് കേൾക്കുമ്പോഴും ജൂലി ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടേ. പിന്നെ നമ്മളൊരു ആശാനൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി എന്ത് രസമാണ് കാണാൻ. നല്ല ക്യൂട്ടല്ലേ കാണാൻ. പിന്നെ നമ്മൾ കണ്ട ഒരാളുണ്ട് കേട്ടോ, ഒരു പേർഷ്യൻ ക്യാറ്റ്. അവൾ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ ജൂലിമോളുടെ കുളിസീൻ. അവൻ നല്ല സോപ്പൊക്കെ ഇട്ട് നല്ല പത്തപ്പിച്ച് കുളിപ്പിക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് വേറൊരു ഡോഗ് ഉണ്ട് കേട്ടോ. അത് സൈലൻ്റ് ആയിരുന്നു കേട്ടോ. അതിനൊരു കുഴപ്പമില്ലായിരുന്നു. അത് ആരടുത്ത് പോവും. ഭയങ്കര ക്യൂട്ടായിരുന്നു. രജീഷേട്ടയാണെങ്കിൽ ജൂലിന് ഇവന്മാരെന്താ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് രജീഷേട്ട അവിടെ ഇരിക്കുന്നത്. ഇടയ്ക്ക് വാവച്ചയാണെങ്കിൽ ഓരോ സാധനം എടുക്കും. അതിൻ്റെ പ്രൈസ് ടാഗ് തപ്പും. അതിൻ്റെ റേറ്റ് കൂടാണെങ്കിൽ അവിടെ വെക്കും. ഇപ്പോൾ അതവിടെ തിരിച്ച് വെക്കും കേട്ടോ. അതാ തിരിച്ച് വെച്ചു. അതാണ് വാവച്ചയല്ല, അതിൻ്റെ റേറ്റ് നോക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. താക്കോലെന്തി പിടിക്കുക, ഞാൻ കാര്യമായിട്ട് തപ്പട്ടെ എന്ന രീതിയിലാണ് വാവച്ചയുള്ളത്. എന്തായാലും വാവച്ച എന്തായാലും നല്ല രീതിക്ക് തപ്പുന്നുണ്ട്. സംഭവം ഒരുപാട് നമുക്ക് ഡോഗ്സിനും ക്യാറ്റ്സിനൊക്കെ ഒരുപാട് പെറ്റ്സിനൊക്കെ ഇല്ലേ ഒരുപാട് യൂസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ്. അതുപോലെ ആശാനും കൂടെ വന്ന ആശാനൊക്കെ നല്ല ഉറക്കത്തിലാണേ. രജീഷേട്ടയും ഇടയ്ക്ക് ജൂലിന് മുമ്പേ ചെയ്യുന്നു. ഇടയ്ക്ക് രജീഷേട്ട ഒരു പാത്രം എടുക്കുന്നു. അത് ജൂലിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, നമുക്ക് ടച്ചപ്പിന് വേണ്ടിയിട്ടൊരു പാത്രം നോക്കുകയായിരുന്നു. അത് തിരിച്ചു വെച്ചു. കാരണം അതിന് റേറ്റ് കൂടുതലാണ്. ചേട്ടനാണെങ്കിൽ ഒരുപോലെ തന്നെ റേറ്റ് കൂടുതലാണെങ്കിൽ തിരിച്ചു വെക്കും. വാവച്ചി പിന്നെയും അടുത്ത ഐറ്റത്തിലേക്ക് ചെന്നിട്ടുണ്ട്. ഈ ഐറ്റം കൊള്ളാമെന്നൊക്കെ തോന്നുന്നു. പക്ഷേ വാവച്ചി പ്രൈസ് ടാഗിലേക്കാണ് നോക്കുന്നത്. എടുക്കും, പ്രൈസ് ടാഗിലേക്ക് നോക്കുന്നു. അതിപ്പോൾ വാവച്ചി തിരിച്ചു വെക്കും. അല്ലെങ്കിൽ വാവച്ചി എന്നോട് പറഞ്ഞു നല്ല റേറ്റ് കൂടുതലാണ്, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നോക്കാം ഇന്ന് വാവച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്താണേലും രജീഷേട്ടയും നോക്കാതിരിക്കുന്നില്ല. രജീഷേട്ടയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോലിന് ഇവരെന്താണ് ചെയ്യുന്നത് ആ കാംക്ഷയോടെ. ഇത് കഴിഞ്ഞ് ജോലി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. വാവച്ചി വിട്ടില്ല കേട്ടോ. വാവച്ചി അത് വിടാനുള്ള ലക്ഷണമൊന്നുമില്ല. വാവച്ചി അതിലേക്ക് തന്നെയാണ് വാവച്ചിയുടെ നോട്ടം. വേറെന്തോ ഐറ്റം വാവച്ചി കിട്ടി. വാവച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കേട്ടോ. പുറത്ത് തകൃതിയായി നല്ല രീതിക്ക് പണി നടക്കുന്നുണ്ട്. ജോലിയും വേറെ ഡോഗും ഒരു ക്യാറ്റും എല്ലാം നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. രജീഷേട്ട എത്തി വരെ നോക്കിയാണ്. രജീഷേട്ട കാലിന് വയ്യ, അതുകൊണ്ടാണ് രജീഷേട്ട. അതുപോലെ ആശാന്മാർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാട്ടോ. ഉച്ച സമയമായിരുന്നു. രണ്ടുപേരും നല്ല സുഖനിദ്രയിലാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ.
എനിക്ക് തോന്നുന്നു എന്തോ ലോഷൻ പറ്റിയതാണ്, അല്ലാതെ ഇവിടുത്തെ ഹെയർ ഉണ്ട്, നല്ല ഹെൽത്തി ഹെയർ ആണ്. താഴോട്ട് വരുമ്പം ആ ഡെക്ടോൾ ഒന്ന് നിർത്തിയാൽ മതി, ഡെക്ടോൾ ഉപയോഗിച്ച് ഫ്ലോർ കഴുകുന്ന നിർത്തിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് ഹെൽത്തി ഹെയർ വന്നിട്ടുണ്ട് അവർക്ക്. മുട്ടൻ അലമ്പാക്കാൻ തുടങ്ങിയേ. ജൂലി പേടിച്ച് കുറച്ച് നിൽക്കുന്നതാണ്. ജൂലിയൊക്കെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നുള്ളൂ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്ന ജൂലി. ജയിച്ചേട്ടയും കാര്യമായിട്ട് തന്നെ തപ്പുന്നുണ്ട് കേട്ടോ. എന്തോ കാര്യമായിട്ടുള്ള സെർച്ചിങ്ങിലാണ്. എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളിക്കാരന്. ജൂലി കണ്ടോ, ജൂലി ഭയങ്കര കാമാങ്കോറ്റായിട്ട് കുറച്ചേരം ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും ജൂലി ചാടി കളിയാണ്. അതാണ് കുറയ്ക്കുന്നുണ്ട. അവൾ കുറച്ചേരം മര്യാദയ്ക്ക് ഇരിക്കും, അത് കഴിഞ്ഞ് പിന്നെയും വയലൻ്റ് ആവും. അമ്മ പിള്ളേർക്ക് പേടി കിട്ടി. ചെയ്തിട്ടില്ലല്ലോ മുന്നേ, അതായിരിക്കണം. ഇവിടെ വേറെ കാശാണുണ്ടേ. ഇവിടെ വേറൊരു ടീമുണ്ട്, ഒരു പൂച്ചക്കുട്ടൻ. ഇത് മനുഷ്യൻ്റെ അടുത്തുണ്ടായിരുന്ന പൂച്ച തന്നെയാണ്. അതിനെ എല്ലാം രോമെല്ലാം ട്രിം ചെയ്ത് ഈ ഒരു കോലമാക്കി. പുള്ളി പേടിച്ച് വിറച്ചായിരിക്കണം കേട്ടോ. പേടിച്ച് വിറച്ച് ഫുള്ള് ബായിമാരാണ് കേട്ടോ ഇവിടെ പണിയെടുക്കുന്നത്. ഫുള്ള് ബായിമാരാണ്. അമ്മമാർക്ക് ഏറ്റവും ഫുഡ് കാര്യങ്ങൾ അറിയാം. ജൂലി അവിടെ കിടന്ന് കാറ് കുളിക്കുക കേട്ടോ. പിന്നെ നമ്മളെ പുറത്ത് കണ്ടിട്ടാണ് അവിടെ കിടന്ന് ഭയങ്കര കാർച്ച കാരണം. ശരി പോന്നേ, പുറത്ത് പോയിട്ട് വരാം. അപ്പോഴത്തേക്കും ജൂലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ജൂലിനെ വാഷ് ചെയ്തിട്ടും മറ്റേ ഡ്രൈവർ വെച്ചിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താ അറിയത്തില്ല, നോക്കട്ടെ. ഇവിടെ കാണത്തുള്ളൂ, വേറെ ഒന്നും. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഷാമ്പു കണ്ടീഷൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. വരേണ്ട ആൾക്കാർ വരിക കേട്ടോ. അവിടെ ഉണ്ടോ, എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇട്ടിയിലാണ്. നമ്മുടെ അടുത്തുള്ളവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഇടയ്ക്കൊക്കെ നമ്മുടെ പെറ്റ്സിനെ ഇങ്ങനെ നഖം വെട്ടാൻ നമ്മളെക്കൊണ്ട് എന്തായാലും നഖം വെട്ടലൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. നമുക്കുള്ള കേട്ടോ അവരിപ്പോൾ വർക്കെല്ലാം കൊള്ളാം. നമ്മൾ മുന്നേ മനുഷ്യട്ടൻ്റെ ഒരു പേർഷ്യൻ ഉണ്ടായിരുന്നു, അതിനെയും കൊണ്ട് വന്ന് നമ്മൾ നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് പോയതാണ്. ഇടയ്ക്ക് വരിക. നഖമൊക്കെ ഉള്ളതിനാണെങ്കിൽ നഖം ഇപ്പം ജൂലി മാന്തലോ ചാടി മേത്തോ കാരണം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇനി അളീൻ്റെ ബെൽജിയം മെൽനോയ്സ് ഒരെണ്ണമുണ്ട്. നമ്മുടെ സ്വന്തം ഒരു ഡോഗുണ്ട്, അതിനെയും കൊണ്ട് ഇനി വരണം ഇവിടെ. ദേശട്ടെ എന്തോ പോയ അണ്ണനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ദേശട്ടേക്ക് അറിയത്തില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ ഇരുട്ടി മുസ്ലിം പള്ളിക്ക് ഇപ്പുറം കേട്ടോ ഇവരുടെ ഷോപ്പ് വരുന്നത്. ജൂലി നമ്മുടെ ജൂലി മോൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ പോകുന്നു ജൂലി, ഇങ്ങ് വാ. ഓ ചില്ലി കണ്ടില്ല, പാവം ജൂലി. നമ്മളെ ചുന്ദരി ജൂലിയായി. ചുന്ദരി ജൂലി പോടി പോവാ. നോക്കിയേ, നല്ല സുന്ദരി കുട്ടപ്പയായി.
ഇല്ലടി പെണ്ണേ. താക്കോലെവിടെയാ? തുറന്നു തരണം നമുക്ക്. ജൂലി മോളെ ബൈ ബൈ, പിന്നെ കാണാം. ടാറ്റാ. അപ്പുറത്താ പോട്ടേന്നോ? എവിടെ പോട്ടെ വായിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ജോലീൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് ജോലീനുമായി നമ്മൾ പോകണ്ട. എന്തതിനകത്ത് ജോലി നോക്കി ഇങ്ങോട്ട് നോക്കി. ഇതിനേക്കാൾ നമ്മളെക്കാളും വേണം ജോലി നോക്കി. സുന്ദരിയായ വാ. എഴുതി വെച്ചു. അങ്ങനെ ജോലിനെയും കൊണ്ട് നമ്മൾ യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ, യാത്രയാവുകയാണ്. ഓക്കെ, ജോലിനെ എല്ലാം സെറ്റാക്കി നമ്മൾ പയ്യെ തിരിച്ചേക്ക് പോകണം. നമ്മളെ വന്ന വണ്ടിയാ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്, തിരിച്ചു പോവുകയാണ്. ജോലി കയറി ജോലി. അപ്പോൾ നമ്മുടെ ജോലീൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ പോകണം. വാച്ചേ വാച്ചയുടെ ഉണ്ട്. അപ്പോൾ വാച്ച എങ്ങനെയുണ്ട്? ജോലി എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? സൂപ്പറായില്ലേ? ജോലി നാഗമൊക്കെ വെട്ടി ജോലി സുന്ദരിയായി കേട്ടോ. ഇനി ഇതില് പോലോ, ഇതില് പോലോ. അല്ല ഇതില് താഴെ അങ്ങനെ പോയിട്ട് അങ്ങനെ നേരം പോക്ക് റോഡിൻ്റെ അവിടെ അല്ലേ. അപ്പോൾ ജോലി സുന്ദരി ആയിട്ടുണ്ട്. നമ്മൾ പതിയെ നാട്ടിലേക്ക് പോവാണ്. ജോലി ഒരു ഹൈഫൈ പറഞ്ഞേ, ഹൈഫൈ പറഞ്ഞേ. ഹൈ 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 ഹൈ. എങ്ങോട്ടാ? റൈറ്റ്. അപ്പം നമ്മളിവിടുന്ന് പതിയെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഇത് ഇരിട്ടി മുസ്ലിം പള്ളിയുടെ തൊട്ടിപ്പുറത്താണ് ഇതിൻ്റെ ഉള്ളത്. ഇവിടെ നേരെ ഇനി നമ്മൾ മെയിൻ റോഡിലേക്ക് കയറണം. ഇപ്പം നേരം പോക്ക് റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇതിലിങ്ങനെ എല്ലാവർക്കും പ്രഗതി കോളേജ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പ്രഗതി കോളേജിന് അങ്ങോട്ട് പോകുന്ന വഴിക്കാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ പ്രഗതി കോളേജ് നമ്മളിവിടുന്ന് പതിയെ ചലിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടാണ് ഇരട്ടി പാലം കേട്ടോ. ദാറ്റ് വൺ ഈസ് ഇരട്ടി പാലം. ഹേ, അപ്പോൾ ഒരു വെയിലാണ്, ഗ്ലാസ് വെക്കാതെ പറ്റുന്നില്ല. പിന്നെ ഇരട്ടി ടൗൺ ഞങ്ങളെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇരട്ടി ടൗണിൽ നിന്ന് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇരട്ടിയിൽ സത്യം പറഞ്ഞാൽ എപ്പോൾ വന്നാലും ഒരു മൈക്കും വെച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ആളുകൾ ഇരിപ്പുണ്ടാവും കേട്ടോ. എന്താ കാരണം എനിക്കത് അവിടെ എപ്പോൾ ഇരട്ടി വന്നാലും വാച്ച് ഒരു ബോക്സും വെച്ച് എന്തേലും അതൊന്ന് ആലോചിച്ച് നോക്കണം. നാട്ടിലാരും നോക്കുന്നു പോലും ഇല്ല. എന്നിട്ടും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്കും അറിയത്തില്ല. ഇവർക്കൊരു മടുപ്പില്ല എന്നൊന്നുമില്ല. ഇതിനു വേണ്ടി തന്നെ കുറച്ച് ആൾക്കാരുണ്ട്. ഒരു ബോക്സും വാടകയൊക്കെ എടുത്ത് ഇതിനാളുണ്ട് കേട്ടോ, ഇതിനാളുണ്ട് കേട്ടോ. അങ്ങനെ വല്ലതും കഴിയുമ്പോൾ ബിരിയാണി ഉണ്ടോ പോലും. നമ്മൾ തിരിച്ചു പോകട്ടോ. നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. ജോലിയിൽ ഇപ്പം നമ്മളെക്കാളും ഇതായല്ല ജോലിക്ക്. സ്മെല്ലൊക്കെ ആ സ്പ്രേ അടിച്ചപ്പോൾ ശ്യാമാംബരം പുൽകുന്നൊരാ ചന്ദ്രനാ നിൻ പൂമുഖം വരുന്ന
ഇതിലെ മല്ലുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഈ വഴി മല്ലു ട്രാവലർ ആ വഴി അതിലേം പോവാം, അപ്പുറത്തെ വഴിയെല്ലാം പോകുന്നത്. മല്ലു ട്രാവലർ അല്ലേ? മല്ലു ട്രാവലർ. പ്രണയം ജൂലി. ആ ഇതിലെ മേലെ ജൂലി എന്നല്ല അവളുടെ പേര്. അല്ല, മറ്റേ പെണ്ണിന്റെ പേരാ ജൂലി അല്ലേ? അവളെ കൂടെയുള്ള ജൂലിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവസാനം ജൂലി അപ്പോൾ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ജൂലിയോടൊപ്പമായിരുന്നു. ജൂലി നല്ല സെറ്റായിട്ടുണ്ട്. ബൈ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.